DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്. ഞാൻ മമ്മൂക്കിയുടെ പോസ്റ്ററിൽ ഇങ്ങനെ ഞാൻ ആണോ എന്റെ നായികയായിട്ട് അലട്ടിന്റെ കൂടെ നേരില് മമ്മൂക്കയുടെ കൂടെ ഇതില് ആ ഒരു വോയിസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സീൻസ് പോവാന്നുള്ളത് തന്നെ പ്രൗഡായിരുന്നു നമ്മള്. ഞാനതെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്ന പോലത്തെ പെർഫോമൻസ് ആണ്. എന്നിട്ട് നിങ്ങളൊക്കെ ഇത് പറഞ്ഞ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ ഞങ്ങളുടെ ഹോപ്പ് വന്ന് വെച്ച് ഞങ്ങളുടെ തലറങ്ങി വീട് വല്ലാതെ സമാധാനം. ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ആരാധകന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം തുറന്ന് ആരെങ്കിലും മെസ്സേജ് തന്നിട്ടുണ്ടോ നോക്കാവോ? First day, first show, really impressed with your performance. You suit very well for Mammookka Sake. ഇതും എന്നോട് ബിദുൻ ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് ഇതാ പറഞ്ഞത്, പിള്ളേരൊക്കെ ഇവിടെ പൊളിച്ചോണ്ടിരിക്കട്ടോ, എല്ലാരും പൊളിച്ചോണ്ടിരിക്കുക, കൂടെ പിടിച്ചു നിന്നതാണ് എന്നോട് പറയണ. ആദ്യം ഒരാൾ കേരളം ഇറങ്ങി വന്നു, ഒരു വിന്റേജ് ലുക്കിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി പടത്തിൽ അഭിനയിക്കുന്നതാണ്. അപ്പൊ എല്ലാരും ചിരിക്കാൻ തുടങ്ങി. തമിഴ് പറയാ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു പാട്ട് ആ സിനിമയിൽ നമ്മൾ ഒന്ന് പാടണ്ടേ? പാട്ടായതുകൊണ്ടാണ് ആലോചിക്കുന്നത്. അമരക്ബറിൽ പറഞ്ഞാൽ പാടരുത് എന്നെങ്കിലും എല്ലാരും കോറസിൽ പറയുന്നതാണ്. ശിവ 2024 ബ്ലോക്ക് ബസ്റ്റർ മൂവിയായ അബ്രഹാം മൊസ്ലറിലെ നായകനും നായികയും ഒരു ലോഡ് വില്ലന്മാരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരൊക്കെ പരിചയപ്പെടാം. ആദ്യം തന്നെ വില്ലന്മാരിൽ നിന്ന് തുടങ്ങിയാലോ? നിങ്ങൾ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒന്ന് പേര് പറഞ്ഞ് തുടങ്ങാമോ? എന്റെ പേര് ഷെജി. ഇത്രയും വലിയ വില്ലത്തരം ചെയ്തിട്ട് എന്ത് പാവത്തിനെ പോലെ. എന്റെ പേര് ജോസഫ്. ശിവ. ഞാനും ശിവ. ശിവരാജ്. എന്റെ പേര് ശിവരാജ്. ഇത് ശിവ. നമ്മുടെ നായകൻ ആഡം സാബിക്. സാബിക്. തുടങ്ങുന്നതിന് മുന്നേ തന്നെ അനശ്വരോട് ഈ കാര്യം പറയാതെ എനിക്ക് ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അനശ്വരയുടെ നേരിലെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ ഒരു ടാസ്ക് കൊടുത്താലോ അവർക്ക്? ഈ മൂവിയിൽ തുടങ്ങുമ്പോൾ തൊട്ട് അനശ്വര സൈഡിൽ ഒരു റോസപ്പൂ ഒക്കെ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിന്നിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചാണല്ലോ അത്. പക്ഷെ നമ്മള് സിനിമയിൽ ഉടനീളം ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ഈ നായകൻ ഒരു പൂ ഒന്ന് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ മുടിയില്. ഇവര് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അത് നമുക്ക് ഇപ്പൊ ഓക്കെ, അതും ചെയ്താലോ? പക്ഷെ അതിന് കോറസ് നിങ്ങൾ പാടണം. ഓക്കെ, നമ്മുടെ ജോസഫ് നേതൃത്വം കൊടുത്ത് പൂമാനമേ പാട്ടിന്റെ അകമ്പടിയോടെ നോ പ്രോബ്ലം. അത് നമുക്ക് പ്രശ്നമേ. എല്ലാവരുടെ പാടും. ആർക്കും ഒരു എനർജി ഇല്ല. മറുപടി അനശ്വരക്ക് വേണേ പൂ കൊടുക്കാട്ടോ നായകന്. നായകനും അനശ്വരക്ക് ഇഷ്ടമാണ് കൊടുക്കാൻ. നായകൻ തന്നെ കൈമാറി. അനശ്വരനും തുടങ്ങി. അനശ്വരയുടെ നേരിലെ പെർഫോമൻസ് നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്ന പോലത്തെ പെർഫോമൻസ് ആണ്. എല്ലാരും അങ്ങനെയല്ലേ അനശ്വരക്ക് തോന്നുന്നു. എന്നിട്ട് നിങ്ങളൊക്കെ ഇത് പറഞ്ഞ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ ഞങ്ങളുടെ ഹോപ്പ് വന്ന് വെച്ച് ഞങ്ങളുടെ തലറങ്ങി വീട് വല്ലാതെ സമാധാനം. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നോണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിങ്ങളിലേക്കൊക്കെ വരുവാണെങ്കിൽ, നായകനിലേക്ക് വരുവാണെങ്കിൽ, മമ്മൂക്കാനെ ചെറുപ്പം അഭിനയിക്കുന്ന ആളാണല്ലോ. അപ്പം എങ്ങനെ ഇത്ര ഒരു ഷേപ്പില് അല്ലെ മമ്മൂക്കയുടെ അതേ റിസംബ്ലൻസ് ഉള്ള ഒരാളെ ബിദുൻ ചേട്ടൻ എങ്ങനെ കണ്ടുപിടിച്ചെടുത്തു? അല്ല, സത്യമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല? ആരും പറഞ്ഞിട്ടുമില്ല? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. വില്ലന്മാർക്ക് തോന്നി, നിനക്ക് തോന്നി? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല? തോന്നിയിട്ടുണ്ട്. ഒരാൾക്ക് തോന്നിയില്ലേ? സിനിമ കണ്ടപ്പോ തോന്നി. സിനിമ കണ്ടു കഴിഞ്ഞ് പിന്നെ മമ്മൂക്കനെ കാണുമ്പോ തോന്നിയില്ലേ? അല്ല, സാബിക്കിനെ കാണുമ്പോ തോന്നിയില്ലേ? അല്ല, ഇതിപ്പോ അവനെ മാത്രമേ തോന്നാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും തോന്നും. അത് പിന്നെ മമ്മൂക്കയുടെ റിസംബ്ലൻസ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ മമ്മൂക്കയുടെ റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഹോസ്റ്റലിന്റെ കാസ്റ്റിംഗ് വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് സാബിക്കിനെ അന്നാണ് കാണുന്നത്, മിഥുൻ ചേട്ടന്റെ ഫ്ലാറ്റിൽ വെച്ച്. അന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ മമ്മൂക്കട പോലെ ഉണ്ട് കാണാൻ, എനിക്കിതിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞോ. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ഒരുമിച്ചാ. ഞാൻ ആദ്യം വന്നു, രണ്ടാമതാണ് അവൻ വരുന്നത്. ഞങ്ങൾ എന്നാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ അടുത്ത് പറഞ്ഞു, എടാ നിങ്ങൾക്ക് മമ്മൂക്കയുടെ സിമിലാരിറ്റി ഉണ്ട്, ഇത് വർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ പോയി. എന്തൊരു നല്ല നാക്കല്ലേ. അനശ്വരയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അനശ്വര ഇപ്പം
നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, നല്ല സൂപ്പർ ഹിറ്റ് ആക്ടേഴ്സിന്റെ കൂടെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അനശ്വര തപ്പിപ്പിടിക്കുന്നതാണോ ഈ തിരക്കഥകളൊക്കെ, അത് അനശ്വരയിലേക്ക് വരുന്നതാണോ? ഞാൻ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോയിട്ട് ക്യാരക്ടറാന്നല്ലേ, നമുക്ക് തേടി വരുന്നു നല്ല സിനിമകൾ, നല്ല ഡയറക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് തേടി വരുന്നു, അതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എൻ്റെതായ രീതിയിൽ ഞാൻ നല്ലത് ബെസ്റ്റാക്കാൻ നോക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ RDX എന്ന സിനിമയ്ക്ക് ശേഷം ചുള്ളന്മാരായ വില്ലന്മാര് ഭയങ്കര ട്രെൻഡാണല്ലോ. നിങ്ങളുടെ ഈ മൂവിയിലാണെങ്കിൽ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരു യൂണിക് സ്റ്റൈലുണ്ട്. അപ്പം ആ ഒരു വില്ലനിസം ഇപ്പൊ ഒരു ട്രെൻഡേ മാറുന്നുണ്ടോ? വില്ലന്മാര് തന്നെ പറ. എത്ര പാവങ്ങളായിട്ട് ഇരിക്കുന്നത് നോക്കി വില്ലന്മാരൊക്കെ കൊടും ക്രൂരതകളൊക്കെ ചെയ്തിട്ട് വെറും പഞ്ചപാവത്തിനെ പോലെ. ലൈഫിൽ നമ്മൾ വില്ലന്മാരല്ലല്ലോ. അല്ല, സ്വാഗുള്ള വില്ലന്മാർ, വില്ലന്മാരെ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. നമുക്ക് അത്ര സ്വാഗൊന്നും അല്ലല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഉണ്ടോ? അങ്ങനെയല്ല, സ്വാഗ് ഉണ്ട്, അടിപൊളിയാണ് നമ്മൾ പറയണം. സൈക്കോളജിക്കൽ മൂവ്. ഓക്കെ, നായകൻ എങ്ങനെയായി പടത്തിലേക്ക് വന്നെന്നുള്ള കാര്യത്തിൽ ഉത്തരം പറഞ്ഞില്ല. ഒരുപാട് ആളുകൾ ഞാൻ മീറ്റ് ചെയ്ത്, എൻ്റെ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ വരെ എത്തി നിൽക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ. കാരണം സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരാൾ എന്താ പറയുക, ഇത്രത്തോളം നല്ലൊരു ഓപ്പണിങ് കിട്ടുക എന്ന് പറയാൻ തന്നെ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ലൈഫിൽ മീറ്റ് ചെയ്ത നമ്മളൊരു സ്വപ്നമുള്ളപ്പോൾ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തു. അങ്ങനെ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു കാര്യം, അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് വിത്ത് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒന്നാണ്. അത് ലൈഫിൽ സംഭവിച്ചു എന്നുള്ളതാണ്, അല്ലാതെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ. പിന്നെ ഇപ്പം മിഥുൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, ഒത്തിരി ആർട്ടിസ്റ്റുള്ള ഒരു പടമാണിത്. അപ്പോൾ ആ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ കൂടെ ഉള്ള ഇപ്പം നമ്മുടെ DOP ആണെങ്കിൽ തേനീശ്വർ സാർ, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ മൂവിയിൽ. അവരുടെ ഒക്കെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്താ പറയുക, അതൊക്കെ ഇപ്പോഴും ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ഇടയ്ക്ക് അനശ്വരയോട് സംസാരിക്കുമ്പോൾ ചോദിക്കും, അതൊക്കെ ശരിക്കും നടക്കണയാണോ അത് ചോദിക്കും. കാരണം അത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പോൾ. എന്താ പറയുക, എത്രത്തോളം വലിയ മിഥുൻ മാനുവൽ തോമസ്, തേനീശ്വർ സാർ, അതുപോലെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക, എൻ്റെ ലൈഫിലൊരു ഡ്രീം കം ട്രൂ ആണ്. ഇപ്പോഴും ഞാൻ അതിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, ഞാൻ ഇപ്പോഴും എക്സൈറ്റ്മെൻറ്റിൽ പീക്കിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു, മെസ്സേജസ്, കോൾസ്, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് ആളുകൾ നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ. നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്താണ് രണ്ടുപേരും വൈറ്റ് ഡ്രസ് ഒക്കെ ഞാനാ ഫസ്റ്റ് വൈറ്റ് കോൺഫിഡൻസ് അല്ലേ കണ്ടിട്ട് ഇപ്പൊ സത്യം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ഷൂട്ടിംഗ് സെറ്റിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? മെയിനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മളൊരു കോളേജിൽ അല്ലെങ്കിൽ നമ്മളൊരു കോളേജിലെ സീനിയേഴ്സ് എല്ലാവരും കൂടി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബാണ് നമ്മൾ ഷൂട്ടിംഗ് ടീമിലുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സീനിയർ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ സംവിധായകൻ തന്നെയാണ്. അദ്ദേഹം ആ എനർജിയും ആ ഒരു സ്പേസും നമുക്ക് തന്നിട്ടുണ്ട്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആംബിയൻസും നമ്മളിപ്പോൾ ഇതിലെ ടീമിലുള്ള ചീഫ് തൊട്ട് എല്ലാവരും, പ്രിൻസ് ജോയ്, രജീഷ് ഏട്ടൻ, അലൻ, ബേസിൽ, പ്രവീൺ ചേട്ടൻ, നിതിൻ അല്ലേ, എല്ലാവരും നമ്മൾ ഇപ്പോൾ നാളെ ഷൂട്ട് ചെയ്യേണ്ട സീൻ ഇന്ന് രാത്രി നമ്മളെല്ലാവരും കൂടി അതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഓരോരുത്തരെയും പാമ്പർ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മോട്ടിവേറ്റ് ചെയ്ത്, അപ്പം നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടി. ഇവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല, സ്വന്തം ആൾക്കാരല്ല. അപ്പം നമ്മളെല്ലാവരും രാത്രി നമ്മളെന്നിട്ട് റൂമിൽ പോയിട്ട് നമ്മളിരുന്ന് വർക്ക് ചെയ്യും. അങ്ങനെ എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്തത്, അത്രയും പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. യോജിക്കുന്നു. അതെ, അല്ല, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ ആക്ടർ വരുന്ന സമയത്ത് വേണമെങ്കിൽ അയാൾ ഡെസ്പറേറ്റ് ആവാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സോങ് പാടുമ്പോൾ ആ ലിപ്പും കറക്റ്റ് ആക്കണം. കാരണം ശരിക്കും പാടാൻ അറിയില്ലെന്നാണോ പറഞ്ഞത്? അല്ല, ഞാൻ പാട്ടുകാരനല്ലോ. അല്ല, മറ്റേ അമർ അക്ബറിൽ പറഞ്ഞാൽ പാടരുത് എന്നെങ്കിലും എല്ലാവരും കോറസിൽ പറയുന്നതാണ്. അല്ല, അപ്പോൾ പറഞ്ഞത് അപ്പം അങ്ങനെ കുറേ നമുക്ക് ടെൻഷൻ ആവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്രൂ മൊത്തത്തിൽ ഇവരെല്ലാവരും നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ പരിപാടി മൊത്തത്തിൽ നന്നാവുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കിയാൽ ആണല്ലോ നമ്മളെ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ഔട്ട്പുട്ട് വരിക.
അപ്പോൾ ആ രീതിയിൽ അവർ നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ആ സീൻ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ പോലെ തലേദിവസം തന്നെ നമുക്ക് ആ സീൻ തന്നെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു. പിന്നെ അതുപോലെ മിഥുൻ സാറ് ഇപ്പം നമ്മൾ ഷോട്ട് നന്നായാൽ തന്നെ അത് മൈക്ക് കൂടെ വിളിച്ച് പറയാം, എടാ നന്നായി എന്നുള്ളത് പറയാം. അപ്പോൾ അത് കേൾക്കുന്നത് നമുക്ക് വലിയൊരു എനർജിയാണ്. എനിക്ക് തോന്നുന്നു മിഥുൻ ചേട്ടൻ ഫസ്റ്റ് ദിവസം നമ്മൾ ഇതിലത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് റിഹേഴ്സൽ തുടക്കം ദിവസം ഫസ്റ്റ് ഡേ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമ്മളെല്ലാവരും ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പാളി. ബേസിക്കലി എല്ലാവർക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ നല്ല തെറി കാണാതെ ചേട്ടൻ ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി, ഓ എന്താണത് പോയി. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പിന്നെ കൂളായി കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ട് പിന്നെ ആ സീൻ അടിപൊളിയായിട്ട് പോയി. നമ്മുടെ ക്യാപ്റ്റൻ ഭയങ്കര കൂളായി വന്നത്. സെറ്റ് മൊത്തത്തിൽ അങ്ങ് കൂളായി. അനശ്വരയുടെ ഇതില് പ്രത്യക്ഷത്തിൽ മമ്മൂക്കയുടെ നായിക അല്ലെങ്കിലും മമ്മൂക്കയുടെ നായികയാണ്. മമ്മൂക്ക നായികയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അനശ്വരനാണ് ഇമാജിൻ ചെയ്യുന്നത് അല്ലേ? അനശ്വര മമ്മൂക്കയുടെ നായിക അഭിനയിച്ചു അങ്ങനെ വിചാരിച്ചിരുന്നു. അത് നല്ല പ്രോത്സാഹനം. ലാലേട്ടന്റെ കൂടെ നേരില് മമ്മൂക്കയുടെ കൂടെ ഇതില് കോമ്പിനേഷൻ ഇല്ലെങ്കിലും അല്ലേ? അതെ, അത് ഇപ്പൊ ഫ്രെയിമിൽ കാണുമ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ഇതിലാണ്, നറേഷനിലാണ് നമ്മുടെ എല്ലാവരുടെയും സീൻസ് പോകുന്നത്. അതെന്ന് വെച്ചാൽ തന്നെ ആ ഒരു വോയിസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സീൻസ് പോവാന്നുള്ളത് തന്നെ നല്ല സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു നമ്മള്. ഞാനതെ എല്ലാവരും അറിയാലോ. അല്ല നമ്മൾ ഓരോ സീനും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ തന്നെ എടാ ഇത് മമ്മൂക്കയുടെ അതെ. ഇപ്പൊ ഞാൻ നമ്മള് ഒരു അമ്മയുടെ മീറ്റിങ്ങിന്റെ സമയത്ത് ഞാൻ മമ്മൂക്കയുടെ സംസാരിക്കും. ഹോസ്റ്റലറിൽ ഇങ്ങനെ ഞാൻ ആണോ എന്നെ നായികയായിട്ട് നായികയോ എന്റെ നായി ആയിക്കോട്ടെ എന്ത് പറഞ്ഞ ആളാണ്. അപ്പൊ ആളുടെ ഒരു ആള് ഭാഗമായ ഒരു മൂവിയിൽ എനിക്ക് ഭാഗമാവാൻ പറ്റി എന്നുള്ളത് തന്നെ. സോ ഹാപ്പി. ഈ മൂവിയുടെ ഇന്റർവ്യൂസ് കൊടുത്തപ്പോഴെല്ലാം ജയറാമേട്ടനാണെങ്കിലും മിഥുൻ ചേട്ടനാണെങ്കിലും ഒക്കെ ഈ പടത്തിൽ മമ്മൂക്ക ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു മനസ്സിൽ? നമ്മുടെ എല്ലാരും അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നല്ലേ. ഈവൻ ഇത് ഇട്ട് തലേദിവസം പോലും ആൾക്കാർ പലരും ചോദിച്ചു ട്രെയിലർ ഗണേശ് സത്യം പറ മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ. രാവിലെ നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിട്ട് ഇറങ്ങിയിട്ട് മമ്മൂക്കയുടെ ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കാണുന്നേ പറഞ്ഞോളൂ. അപ്പൊ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തന്നെ പറയണത് ഓക്കെ നമ്മള് ഫ്രീ ആയിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതുവരെ നമ്മള് ഇല്ല 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 ചോദിച്ചാലും പറയാനും പറയാനും പറ്റില്ല, ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഒന്നും പറ്റത്തൊരവസ്ഥ. അങ്ങനെ നന്നായി നല്ലൊരു കാര്യമാണല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ആരാധികന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ആൾക്കാർക്ക്. എല്ലാരും ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ പറഞ്ഞിട്ട് നോക്കും. ഇങ്ങോട്ടല്ലാണ്ട് കണ്ടു തുടങ്ങല്ലേ, നാളെ മുതൽ സെറ്റായി ഒന്ന്. ഇൻസ്റ്റാഗ്രാം നിറയെ ബ്ലോക്ക് ആവും, തുറക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു ടാസ്ക് തരട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം തുറന്ന് ആരെങ്കിലും മെസ്സേജ് ആയിട്ടുണ്ടോ നോക്കാവോ, ചെക്ക് ചെയ്യാവോ? ആരുടെ ഫോണിൽ റിക്വസ്റ്റ് ആണോ മെസ്സേജ് ആണോ? റിക്വസ്റ്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾ. First day, first show, really impressed with your performance. You suit very well for Mammookka's same character. ശരിക്കും അനശ്വരയുടെ മെസ്സേജാണ് നമുക്ക് നോക്കിക്കേണ്ടതല്ലേ? പടം കണ്ടു, പൊളി പൊളി. It was amazing, Joseph. Good performance. ഈ കൂട്ടത്തില് നമ്മുടെ സിനിമയിൽ ഏറ്റവും പാവത്താനായിട്ടുള്ള ആള് ജോസഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. റിയൽ ലൈഫിൽ ജോസഫ് എങ്ങനെയാണ്? ജോസഫാണ് വില്ലൻ. ജോസഫ് ഇവിടെ കയറുന്നതിന് വലിയ പ്ലാനിങ് ആയിരുന്നു. അവിടെ പോയിട്ട് എങ്ങനെ ഏറ്റവും ഭാവത്താനായിട്ടിരിക്കാന്ന്. പക്ഷെ ഏറ്റവും ഭാവത്താനായിട്ട് അഭിനയിക്കുന്ന ആള് ശിവയാണെന്ന് എനിക്ക് തോന്നുന്നു. പിടിച്ചു വന്നപ്പോ തൊട്ട് ഇതേ മാനസ് കണ്ടുപിടിച്ചു. മെഡിക്കൽ ടേംസ്
ഒത്തിരി ഉള്ള ഒരു മൂവിയാണല്ലോ ഇത്. അപ്പൊ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒത്തിരി മെഡിക്കൽ ടേംസ് പഠിക്കേണ്ട ഒരു ആവശ്യം. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ അല്ലാണ്ട് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോ മർമരം കേൾക്കുന്നതൊക്കെ ഉണ്ട്. ഓസ്കൾട്ടേറ്റ് സംഭവം എന്താ വെച്ചാൽ നെഞ്ചെടുപ്പ് കേൾക്കുന്നതല്ല, പക്ഷെ ഈ ഓസ്കൾട്ടേറ്റ് ഒക്കെ പറയണ്ടേ. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡോക്ടറാണല്ലോ, ഡോക്ടർ ഭയങ്കര എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അദ്ദേഹം ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഡോക്ടർ സെറ്റിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ ഫുൾ ടൈം ഓരോ പ്രൊസീജിയർ എല്ലാവരും ഭയങ്കര കൂളായിരുന്നു, അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു ഡയറക്ഷൻ ടീം. അതെ. വേറെ എന്താ വെച്ചാൽ മിഥുൻ ചേട്ടൻ 3 ടേക്കിന്റെ മുകളിലൊന്നും തരില്ല. അതെ. അപ്പൊ ആദ്യത്തെ ടേക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്ഷൻ ആയിട്ട് വരും. എടാ ഇതും കൂടെ കഴിഞ്ഞാൽ 2 ടേക്ക് കിട്ടും, മര്യാദയ്ക്ക് ശരിക്കും പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല നമ്മള് അവിടെ വന്നിട്ട് സെറ്റ് വന്നതിന് ശേഷം പരിചയപ്പെട്ടു. ഷൂട്ട് തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളെല്ലാവരും ഫ്ലാറ്റിൽ പോയിട്ട് എല്ലാരും ഒന്ന് കണ്ടു. പക്ഷെ അത്ര അടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവരിൽ നിന്നും എനിക്ക് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരായാലും അങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു നോക്കുക പറഞ്ഞിട്ട് ഇവരായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും. അനശ്വര അല്ല, നമ്മൾ ഓൾറെഡി ഒരു 5-6 ദിവസം കോളേജ് ദിവസം ഷൂട്ട് ചെയ്തിട്ടാണ് അനശ്വര പറഞ്ഞത്. പക്ഷെ ഇവള് വന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെല്ലായി ഞാൻ സെറ്റിൽ വരുമ്പോഴതിന് മുന്നേ തന്നെ എന്നോട് മിഥുൻ ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് ഇതാ പറഞ്ഞത്, തലേന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന തലേദിവസം അതെ പിള്ളേരൊക്കെ ഇവിടെ പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ, എല്ലാവരും പൊളിച്ചോണ്ടിരിക്കുക, കൂടെ പിടിച്ചു നിന്നതാണ് എന്നോട് പറയണ ആദ്യം. അപ്പൊ ഞാൻ സെറ്റിൽ വരുമ്പോ ഞാൻ കുറച്ച് കട്ട്സ് കാണുമ്പോ തന്നെ എല്ലാരും ഒപ്പത്തിന് നിന്ന് പെർഫോം ചെയ്യാണ്. അപ്പൊ ഞാനും അത് കണക്കായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ എനിക്ക് ആ ഒരു സ്റ്റോറിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. സോ അപ്പൊ അത് നമ്മളിപ്പോ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ആ ഫ്ലാഷ് ബാക്കിലും എല്ലാരും അങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാരും ടോട്ടലി. ജഗദീഷ് ചേട്ടന്റെ ചെറുപ്പമാണ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയുണ്ട്? അത് ജഗദീഷ് ചേട്ടൻ ഇപ്പം ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരു ആക്ടർ ആണെങ്കിൽ ഇപ്പൊ ജഗദീഷ് ചേട്ടൻ സെലക്ട് ചെയ്യുന്ന മൂവീസ്, ജഗദീഷ് ചേട്ടൻ എന്ന ആക്ടറിനെ ഇപ്പൊ ആൾക്കാർ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു ആക്ടറിന്റെ ചെറുപ്പം അഭിനയിക്കാൻ കിട്ടുക, ആ ഒരു അവസരം എന്ന് പറയുന്നത് വളരെ ഒരു വാല്യൂ ഉള്ള ഒരു കാര്യമാണല്ലോ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഞാന് ജഗദീഷ് ചേട്ടന്റെ ചെറുപ്പമാണ്. അതായത് എന്നെ പ്രിൻസ് ബ്രോ ആണ് വിളിക്കുന്നത്. എന്നെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ വാ, മിഥുൻ ചേട്ടനെ മീറ്റ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ജഗദീഷ് ചേട്ടൻ്റെ ചെറുപ്പമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പം നല്ല വേഷമാണ് നീ ചെയ്യാൻ പോണേ, അപ്പം പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പം ജഗദീഷ് ചേട്ടൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പം അവരൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ആൾക്കാരാണ് ഇത് എല്ലാവരും. ജയറാമേട്ടനാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും. അപ്പം ആ ഒരു ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇവരെ ചെറുപ്പം ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പം കഥ അറിഞ്ഞിട്ടില്ല, എന്താ ക്യാരക്ടർ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് കുറച്ച് ദിവസമൊന്നും ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു, ഉറക്കില്ല ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട്. അങ്ങനെ ലാസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പിന്നെ റെസ്പോൺസിബിലിറ്റി കൂടുതലായി, അത്രയും ചെയ്യാനുള്ള ക്യാരക്ടറാണ്. എന്നിട്ട് ഞാൻ ജഗദീഷ് ചേട്ടനെ കണ്ടു, സംസാരിച്ച് ഞാൻ ജഗദീഷ് ചേട്ടൻ അഭിനയിക്കുന്ന ഒരു ദിവസം ഇരുന്ന് നോക്കി. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജഗദീഷ് ചേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ അപ്പുക്കുട്ടനാണല്ലോ നമുക്ക് ഓർമ്മ വരാം. അപ്പം അതുപോലെ പിടിക്കണ്ട, ഇപ്പോഴുള്ള ജഗദീഷ് ചേട്ടന് ചെറുപ്പം വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ വർക്ക് ചെയ്ത് ഒരു മീറ്റർ വന്നപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പറയുന്ന ക്യാരക്ടറിലോട്ട് ഞാൻ കയറി ചെയ്യാൻ പറ്റി. ഇത്രയും മലയാളികളായ വില്ലന്മാരുടെ ഇടയ്ക്ക് തമിഴ് സംസാരിക്കുന്ന ഒരു വില്ലൻ വൈ അറിയില്ല അല്ലേ? ഇല്ല, എനിക്ക് ഫസ്റ്റ് സനീഷ് ഏട്ടൻ എന്നൊരു കാസ്റ്റിംഗ് ഡയറക്ടർ, അദ്ദേഹമാണ് എന്നെ റെഫർ ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത് നിങ്ങൾക്ക് തമിഴ് അറിയോ എന്ന് ചോദിച്ചു. തമിഴ് അറിയാം, തമിഴ് സംസാരിക്കും. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു. സ്ക്രിപ്റ്റ് വന്നു മിഥുൻ ചേട്ടൻ, സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് എല്ലാം മൊത്തം വായിച്ചു. അപ്പോൾ എൻ്റെ ഡയലോഗ്സ് ഒക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ തമിഴിലോട്ട് ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആണോ അങ്ങനെ ഇഷ്ടത്തിന് നീ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്ന ഡയലോഗൊക്കെ ഞാൻ ഇത്രയൊക്കെ ആക്കി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തമിഴൊക്കെ ഒന്ന് പിടിച്ച് അങ്ങനെയൊക്കെയാണ്. അത് കുറച്ചൊക്കെ ഹോംവർക്ക് ചെയ്ത് തമിഴ് പഠിച്ചു. തമിഴ് പഠിക്കല്ല, തമിഴ് സിനിമ അത് ആ ഒരു കഥ ഞാൻ പറയാം. ഞാൻ ഷെജിനെ ഫസ്റ്റ് കാണുന്നത് ഞാൻ സെക്കൻഡ് ഡേ അല്ലേ, സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ സംതിങ്. ഞാൻ കാരവന്റെ പുറത്ത് എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് ഇരിക്കുന്നു. അപ്പം ഒരാൾ കാരവനിൽ നിന്ന് ഇറങ്ങി വന്നു, ഒരു വിന്റേജ് ലുക്കിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി പടത്തിൽ അഭിനയിക്കുന്നതാണ്. അപ്പൊ ഡയലോഗ് പറയാം.
ஹாய் Hi, ஹாய் கால் ஷேக்கேண்ட் வந்து ஹாய் அக்கா, எப்படி இருக்கீங்க? நல்லா இருக்கீங்க. சாப்பிட்டீங்களா? சாப்பிட்டேன். நீங்க எப்படி இருக்கீங்க? நீங்க தமிழா? ஆமா, தமிழ் தான். எங்க தமிழ்? ஈரோடு பக்கத்துல. ஓகே. கோயம்புத்தூர் கோயம்புத்தூர். ഓക്കെ നൈസ്. അപ്പൊ എല്ലാരും ചിരിക്കാൻ തുടങ്ങി. തമിഴ് പറയാ നൈസ്. പക്ഷെ മിഥുൻ ചേട്ടാ തമിഴ് ക്യാരക്ടറിന് വേണ്ടി തമിഴിൽ തന്നെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നേക്കുന്നു. കൊള്ളാം. പക്ഷെ ഇവരൊക്കെ എങ്ങനെ സംസാരിക്കും? ഇതൊക്കെ എന്നെ മൈൻഡ് പോണി. ഇതൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? തമിഴിലാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ കൂടുതൽ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. നമ്മുടെ എവിടെയൊക്കെ ചിരിക്കണം പറ്റത് അപ്പട്ടി നീ മലയാളിയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് തമിഴ് മലയാളിയാണ്. എന്നെ അവരെ ഫസ്റ്റ് എന്നോട് മീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു പ്രായം കൊടുക്കാൻ നന്നായിട്ടുണ്ട്. വളരെ ഉറക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ വില്ലന്മാരെ സിനിമകളിൽ പണ്ടോട്ടേ കാണുന്നതാണ്. റിയൽ ലൈഫിലൊക്കെ അവർ വെറും പാവത്താന്മാരായിരിക്കും. അവർ റിയൽ ലൈഫിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ശരിയാണോ അത്? പറയൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. വില്ലന്മാര് തന്നെ പറയൂ. ശരിയാണ്. അതിപ്പോ ഇതുപോലെയൊക്കെ ചെയ്ത നാട്ടുകാർ എപ്പോഴേ തല്ലിക്കൊണ്ടുണ്ടാവും. അപ്പൊ നായകന്മാര് പാവങ്ങളല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ അല്ലേ? അല്ല, ഇപ്പൊ സിനിമയിൽ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, റിയൽ ലൈഫിലുള്ള പോലെ ഗ്രേ ഷെയ്ഡുള്ള ആൾക്കാർ. നായകൻ പറയട്ടെ, വില്ലത്തരങ്ങളുള്ള പിന്നെ ഇരിക്കുമല്ലോ ഓരോരുത്തരുടെ. ഇപ്പൊ ഒരു വില്ലൻ ചെയ്യുന്ന ആള് അയാള് ഒരു മോശപ്പെട്ട ക്യാരക്ടറുള്ള ആളായിരിക്കണമെന്നില്ല. നേരെ വിളിച്ചൊരു നായകൻ ചെയ്യുന്ന അയാൾ ഭയങ്കര നല്ലവൻ മാത്രമായിരിക്കണം എന്നുമില്ല. ഓരോരുത്തരുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ക്യാരക്ടർ. അതാണ്. അതിൽ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ഈ നിങ്ങളുടെ സ്റ്റോറിയൊക്കെ പറയുമ്പം നിങ്ങൾ ചെയ്യേണ്ട ഇപ്പം എന്തെങ്കിലും ക്രൈമാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യണമല്ലോ. ഭയങ്കര നെഗറ്റീവ് എനർജി എനിക്ക് ചില സമയത്ത് അതായത് ബേസിക്കലി കുറച്ചൊരു നെഗറ്റീവ് എനർജി എന്തായാലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മൾ ഇതിലെന്നെ നിതിൻ ചേട്ടൻ ഓൾറെഡി നല്ലോണം നിങ്ങൾ നോക്കി ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റി വല്ലാതെ ചിന്തിക്കില്ല. അതെ, നമ്മൾ ആസ്വദിക്കുകയുള്ളൂ ചെയ്യണ പ്രോസസ്. പിന്നെ ഇത് നമുക്ക് കിട്ടണത് എപ്പോഴാന്ന് അറിയാം, നമ്മൾ ഡബിങ്ങിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ചെയ്തു വെച്ചത് എന്താന്ന് നമ്മൾ കാണും. അപ്പോഴാണ് എന്റെ വല്ല മ്യൂസിക്ക അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിലൊക്കെ വരുമ്പോഴാണ് ഞാൻ സിനിമ കണ്ടത് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ്. എന്നെ തന്നെ എന്റെ അമ്മേ ആ രീതിയിലാവും ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ്. നേരത്തെ നിങ്ങൾ ആരും പാട്ട് പാടിയില്ല, ആർക്കും ഒരു എനർജി ഇല്ലായിരുന്നു. പ്രിപ്പയർ ചെയ്യാനാണോ മൈൻഡില്? എല്ലാവരുടെ പാട്, എല്ലാവരുടെ ഞാൻ ഫ്ലോട്ട് തരാം. നിങ്ങൾ 1 2 3 പറയാം. അല്ല, പാട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു പാട്ട് ആ സിനിമയിൽ നമ്മൾ വീണ്ടും കേട്ടപ്പോ ഒന്ന് പാടണ്ടേ? പാട്ടായതുകൊണ്ടാണ് ആലോചിക്കുന്നത്. പക്ഷെ ഒരു ഇത്ര ചിന്തിക്കാനൊന്നുമില്ല. റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഒരു പാട്ട് പാടിയാൽ അതാണ് പ്രശ്നം. റോക്കറ്റ് സയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ചിന്തിച്ച് ചെയ്യായിരുന്നു. പാടാ. 1 2 3 ശിവ എക്സ്പ്രഷൻ പാടി. എവിടെ ശബ്ദം അതവരിട്ടുള്ള അപ്പൊ താങ്ക് യു ഗൈസ്. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്.